പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ദൈവമുമ്പാകെ സമർപ്പിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയ ഞായറാഴ്ചകളുള്ള എവൻഗേലിയോൻ വായനയും അതിൻ്റെ ധ്യാനവുമായി ബന്ധപ്പെട്ട് പഴയ നിയമ വായനകളാണ് നമ്മൾ ശ്രവിച്ചു പോന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലേഖനങ്ങളിൽ നിന്നുള്ള വായനകളും എവൻഗേലിയോൻ വായനയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിരുന്നു, ഈ ദിവസത്തെ സുവിശേഷം, പുതിയ ഞായറാഴ്ചയിലെ സുവിശേഷം, സന്ധ്യയുടെ വായനയും പ്രഭാതത്തിൻ്റെ വായനയും എവൻഗേലിയോനും ഒരേ വായനകൾ തന്നെയായതുകൊണ്ട് നമ്മളതിൻ്റെ ധ്യാനം അവസാനത്തേക്ക് നീക്കിവെച്ചു. ഇന്നിപ്പോൾ നമുക്ക് പൊതുവിനെഴുതിയ ലേഖനത്തിൽ നിന്നും പൗലോസിൽ എഴുതിയ ലേഖനത്തിൽ നിന്നും നമുക്ക് ധ്യാനിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ, എന്നുള്ള സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ അവിടുത്തെ തിരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഈ ധ്യാന ശുശ്രൂഷ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠകരമായി തീരുവാനും ഭൂമിയിലെ മനുഷ്യർക്ക് വിശുദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഉപകാരപ്രദമായി തീരുവാനും അവരുടെ ഭൗതികവും ആത്മീയവുമായ സമസ്ത മേഖലകളിലും അനുഗ്രഹം പ്രാപിക്കുവാനും ഇന്നത്തെ ധ്യാനം ഞങ്ങൾക്ക് ഇടയാകത്തക്കവണ്ണം നിങ്ങളുടെ വിലയേറിയ മധ്യസ്ഥത ഞങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിതാവാം ദൈവത്തിൻ്റെ തിരുമുമ്പാകെ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകരനാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെ തിരുവചനങ്ങളാണ് പുതു ഞായറാഴ്ചയുടെ എവൻഗേലിയോൻ വായനയ്ക്ക് മുമ്പുള്ള ലേഖനങ്ങളുടെ വായനയിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഇങ്ങനെയാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. 1 പത്രോസ് 2:18 മുതൽ: ഭൃത്യന്മാരെ, നിങ്ങളുടെ യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആരായിരുന്നാലും എല്ലാ ആദരവോടും കൂടി അവർക്ക് വിധേയരായിരിക്കുവേ. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെയും ഫലമേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് ആണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന ആടുകളെപ്പോലെയായിരുന്നു നിങ്ങൾ, എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ക്രിസ്തുവിൽ നവമായി ജനിക്കുന്ന, പുതിയതായി ജനിക്കുന്ന വ്യക്തിയും സമൂഹവും ആളത്ത ബന്ധത്തിലും സാമൂഹ്യ ബന്ധത്തിലും ഉയർന്ന നിലവാരം പുലർത്തുവാനുള്ള യത്നമുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ വളരെയധികം എതിർപ്പുകളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വരും എന്ന് പത്രോസ്ലീഹ പറയുകയാണ്. ഭൃത്യന്മാർ യജമാനന്മാരോട് വിധേയപ്പെട്ടിരിക്കണം, അവർ നല്ലവരായാലും ചീത്തവരായാലും. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ കാര്യങ്ങളെ നേരിടണമെന്ന് പഠിപ്പിക്കുകയാണ്. കഷ്ടത സഹിച്ച യേശുവിൻ്റെ മാതൃക എപ്പോഴും പ്രചോദനം നൽകുന്ന, ഒരു കരണത്ത് അടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കുക. ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുക. അധികാരിയായ പീലാത്തോസിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്
മേളിൽ നിന്ന് നിനക്ക് എൻ്റെ മേൽ അധികാരം നൽകിയില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ മേൽ നിനക്കൊരധികാരം ഉണ്ടായിരുന്നില്ല എന്ന് പറയുക. എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എൻ്റെ സേവകന്മാർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. ഞാൻ ഭൂമിയിലല്ല എൻ്റെ രാജ്യത്വം, സമ്പത്തിൻ്റെ മേലുള്ള അധികാരമല്ല എൻ്റെ, മനുഷ്യരുടെ ആത്മാക്കളിന്മേലുള്ള അധികാരമാണ്. ആ അധികാരം ഉപയോഗിച്ച് ഞാൻ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്നു, അവൻ്റെ ഹൃദയത്തെ തിരിക്കുന്നു, അവൻ്റെ ഹൃദയത്തിൻ്റെ ഭരണമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നതെന്നൊക്കെ ഉള്ള യേശുക്രിസ്തുവിൻ്റെ ആശയങ്ങളും തീരുമാനങ്ങളൊക്കെ നമ്മളിലൂടെ നടപ്പാക്കുക. ഇതൊക്കെയാണ് കർത്താവ് നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയാണ്. എല്ലാ ഹൃദയങ്ങളും ദൈവത്താൽ ഭരിക്കപ്പെട്ടാൽ, യേശുക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെട്ടാൽ, പിന്നെ പ്രിയമുള്ളവരെ അടിമയോ യജമാനനോ ഇല്ലല്ലോ. പത്രോസ്ലിഹ അങ്ങനെ എഴുതുമ്പോൾ തന്നെ പൗലോസ്ലിഹ ഫിലോമോൻ എഴുതിയ ലേഖനം നമ്മൾ വായിക്കുന്നില്ലേ? ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു അടിമ ഫിലോമോൻ്റെ എന്തോ അനിഷ്ടക്കേട് കാണിച്ച് എന്തോ വസ്തുവക അവന് നഷ്ടപ്പെടുത്തി അവൻ കാരാഗ്രഹത്തിലാകുമ്പോൾ, കാരാഗ്രഹത്തിൽ വെച്ച് ജയിലിൽ വെച്ച് പൗലോസ് അവനെ മാനസാന്തരപ്പെടുത്തുകയും അവൻ നല്ലവനായി തീരുകയും, എന്നാൽ കാരാഗ്രഹത്തിൽ പൗലോസിന് അവൻ ഒരുപാട് സഹായിയാണെങ്കിൽ പോലും അവനെ സമൂഹത്തിൻ്റെ മുമ്പിൽ നീതിയോടെ നിർത്താൻ ഫിലോമോന് കത്തെഴുതുന്ന ഒരു ലേഖനം നമ്മുടെ വേദപുസ്തകത്തിലുണ്ടല്ലോ. അതിൽ പൗലോസ്ലീഹ പറയുന്നത് എങ്ങനെയാണ്? നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ എന്നെ കാണുന്നത് പോലെ ഇവനെ കാണണം. നീ എനിക്ക് എന്തൊക്കെ ചെയ്തു തരുന്നുവോ അതൊക്കെ ഇവനും ചെയ്തു കൊടുക്കണം. അപ്പോൾ അവിടെ അടിമ യജമാനൻ്റെ കീഴെ വിധേയത്വത്തോടുകൂടി ദൈവകൽപ്പന അനുസരിച്ച് നിന്നാൽ ദൈവം അവനെ യഥാർത്ഥത്തിൽ യജമാനായിട്ട് ഉയർത്തും. പൊത്തിഫേറിൻ്റെ വീട്ടിൽ യൗസേപ്പ്, കാരാഗ്രഹത്തിൽ യൗസേപ്പ്, ഫറവോയിൻ്റെ മുമ്പിൽ യൗസേപ്പ്, എല്ലാം ഈ വിധേയത്വത്തോടു കൂടി നിന്നപ്പോൾ, അവൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അവൻ ഒരുപാട് ബഹളമുണ്ടാക്കാതിരുന്നപ്പോൾ, അവനെല്ലാവർക്കും അതിശയമാകത്തക്കവണ്ണം ദൈവം ഉയർത്തി. ഇങ്ങനെയാണ് ഈ തിരുവചനത്തെ നമ്മൾ കാണേണ്ടത്. ഒരിക്കൽ പോലും അടിമത്ത സമ്പ്രദായം വീണ്ടും കൊണ്ടുവരികയാണോ സുവിശേഷം പ്രസംഗിച്ചെന്ന് ചിന്തിക്കരുത്. അതിനല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി സ്വതന്ത്ര പ്രവൃത്തിയാണ്. പക്ഷെ ദൈവം ഈ പുതുഞായറാഴ്ചയ്ക്ക് വേണ്ടി ധ്യാനിക്കാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗമാണ്. ദൈവം എന്താ പറയുന്നത്, ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നു, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് തന്നെ താഴ്ത്തി ശൂന്യനാക്കി കുരിശമരണം വരെ അനുസരണമുള്ളവനായി. ഇത് സകല മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങുന്നതിനു വേണ്ടിയും എല്ലാ നാമങ്ങൾക്കും മേലായി ദൈവം അവനെ ഉയർത്തുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ട് കീഴ്പ്പെട്ടു പോവുക എന്നുള്ളതല്ല അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അനീതി കാണുമ്പോൾ അതെല്ലാം കണ്ണടച്ച് നിശബ്ദമായി നിന്ന് കേൾക്കണമെന്നല്ല, അനുഭവിക്കണമെന്നല്ല. അനീതിയാണെന്ന് പറയാനുള്ള ആർജവം ഒരു മനുഷ്യനുണ്ടായിരിക്കണം, കൂടുതൽ ക്രിസ്ത്യാനിക്കുണ്ടായിരിക്കണം. കാരണം അനീതിയെ ചോദ്യം ചെയ്താണ് ദൈവം എന്നും മുന്നോട്ട് പോയിട്ടുള്ളത്. ദൈവമക്കളോടും ദൈവം ഇടപെട്ടിരിക്കുന്നത് അങ്ങനെയാണ്, നിശബ്ദനായിരിക്കാനല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ വചനത്തെ അങ്ങനെ കാണണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറ്റുള്ളവരോട് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കുവാനും കഴിയണം. വാളിന് വാള്, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ഇതല്ല. ക്ഷമയോടെ എല്ലാം സ്വീകരിച്ച് കാത്തിരുന്നാൽ എല്ലാറ്റിനും മേലായി ഉയർത്തുമെന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്കവിടെ നൽകുന്നത്. രണ്ടാമത്തെ വായന റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 23 വരെ വാക്യങ്ങളാണ്. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വാക്യങ്ങൾ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം
പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. പാപത്തെ ഒരു സ്വേച്ഛാധിപതിയായിട്ടാണ് പൗലോസ്ലീഹ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ അടിമപ്പെടുത്തുന്ന ഒരു യജമാനൻ, സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങളും മാത്രം നടന്നാൽ മതി എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപതി, കീഴ്പ്പെടുത്താൻ, ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരി തൻ്റെ പടയാളികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള അനുസരണവും സമർപ്പണവുമാണ് പാപത്തിൻ്റെ അധികാരം മനുഷ്യരോട് ആവശ്യപ്പെടുന്നതെന്ന് പൗലോസ്ലീഹയോടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പാപം ചെയ്യുന്ന എല്ലാവരും ഈ അവകാശത്തെ അംഗീകരിക്കുകയാണ്. ഈ ദോഷപൂർണമായ മോഹങ്ങൾക്ക് തങ്ങളുടെ അവയവങ്ങളെ കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും സാത്താൻ്റെ അടിമകളാവുകയാണ്. സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നു എന്നുള്ളതാണ് നമ്മുടെ ധ്യാനം, നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഇനി നിങ്ങൾ അങ്ങനെ കീഴ്പ്പെടരുത്. ഒരിക്കൽ ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തവരുടെ സ്നേഹം കൂറ് ദൈവത്തിലായിരിക്കുമെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. ഒരിക്കൽ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ എന്തു ചെയ്യണം? നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന് സമർപ്പിക്കാതിരിക്കുക മാത്രമല്ല, നീതിയുടെ ആയുധങ്ങളായി തീരേണ്ടതിന് ദൈവത്തിന് സമർപ്പിക്കുകൂടി ചെയ്യണം, അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ പാപത്തിന് അടിമയായി തീർന്നതുപോലെ നമ്മൾ ഇനി ദൈവത്തിന് അടിമയായി തീരണം. ദൈവത്തിന് അടിമ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലാത്തതെന്നല്ല, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമായിട്ട്. ദൈവസ്നേഹത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ് അടിമത്തം എന്ന് പറയുന്നത്. സ്നേഹമുള്ളിടത്തല്ലേ അവിടെ വിധേയത്വം. അതുകൊണ്ട് ഇവിടെ 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലൊരു ചോദ്യമുണ്ട്. അപ്പോൾ എന്താണ് നാം പറയേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞതുപോലെ ആ വചനം ഇവിടെ ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ അധീനതയിൽ നിന്ന് നാം വിമുക്തരായെങ്കിൽ കൽപ്പനകളെ അനുസരിക്കുവാൻ നാം കടപ്പെട്ടവരല്ലോ. ന്യായപ്രമാണത്തിൽ നിന്നും വിമുക്തരായി എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അങ്ങനെയാണ് പിന്നെ ദൈവകൽപ്പനയെ, ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ നമുക്ക് കടപ്പാടില്ലല്ലോ. പക്ഷെ പൗലോസ്ലീഹ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പൗലോസ്ലീഹ പറയാണ്, ഇത് പാപം ചെയ്യുവാനുള്ള അനുവാദമല്ലേ എന്നുള്ള ചോദ്യം അന്നാളുകളിൽ ആളുകളുടെ ഉള്ളിലുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം പൗലോസ്ലീഹ അതിനെ ശക്തമായി നിഷേധിക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർ കൃപയുടെ ദാസ്യത്തിലായി തീർന്നിരിക്കുകയാണ്. അവർ ക്രിസ്തു എന്ന യജമാനനെ അനുസരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ പാപത്തിൻ്റെ ദാസം സ്വീകരിച്ച് മരണോഗ്യരായി തീരുക, അല്ലെങ്കിൽ ദൈവത്തെ അനുസരിച്ച് നീതിയുടെ ഫലം പ്രാപിക്കുക. ഇതാണ് വ്യക്തമായി നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്, ഒരിക്കൽ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനു വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? ഒരാൾ നീതിയുടെ ഫലത്തിലേക്ക് വരുമ്പോൾ അനീതിയുടെ ഫലം കണ്ട് ലജ്ജിക്കും. മുമ്പ് എന്തൊക്കെയായി തീർന്നു എന്ന് ചിന്തിക്കും. മുമ്പ് എന്തൊക്കെയായിരുന്നു, എന്തെല്ലാം ലജ്ജാകരമായ പ്രവൃത്തികളായിരുന്നു. മദ്യപാനിയായ ഭർത്താവ് മദ്യം കഴിച്ച് ഭയങ്കരമായിട്ടുള്ള മ്ലേച്ഛപ്രവൃത്തികൾ, തോന്നിവാസങ്ങളെല്ലാം കാണിച്ച് അയാൾ ബോധമില്ലാതെ കിടന്നുറങ്ങി നേരം വെളുത്ത് ബോധമുള്ളവനായി എഴുന്നേറ്റിരിക്കുമ്പോൾ ഭാര്യയും മക്കളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അപ്പനും അമ്മയൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്നലത്തെ കാര്യം ഓർത്തിട്ട് നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? ചില ആളുകൾ എന്ത് തോന്നുന്നു?
ഞാൻ എന്ത് ചെയ്തു, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ ചുമ്മാ പറയണതേ എന്ന് പറയും. ചില ആളുകൾ തീരുമാനമെടുക്കും, ഇന്നലത്തെ ലജ്ജയിലേക്ക് ഇനി ഒരിക്കലും ഞാൻ പോവുകയില്ല. ആ ലജ്ജ തോന്നുന്ന അനുഭവമാണ്. അപ്പോൾ ഇന്നലത്തെ പാപങ്ങളെ ഓർത്ത് ലജ്ജ തോന്നണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇന്നലത്തെ പാപങ്ങളെ ഓർത്ത് ലജ്ജ തോന്നണം. ആ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടിയെന്ന് ചിന്തിക്കണം. ധനനഷ്ടം, മാനനഷ്ടം ഒക്കെയല്ലേ ഉണ്ടായിട്ടുള്ളൂ പാപജീവിതത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നാൽ ഇന്ന് അവയവങ്ങളെ നീതിയുടെ ഉപകരണങ്ങളാക്കി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ മഹത്വവും മാനവും ബലവും എല്ലാം ദൈവം നമുക്ക് നൽകുകയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായ ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്, ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. പാപത്തിൻ്റെ കൂലി, പാപത്തിൻ്റെ ശമ്പളം, പാപത്തിൻ്റെ വേതനം മരണമാണ്. അപ്പം മരണമാകുന്ന കൂലിയാണോ വാങ്ങേണ്ടത്? നമ്മുടെ അവയവങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിത്യജീവൻ എന്ന കൂലിയാണോ വാങ്ങേണ്ടതെന്ന് പരിശോധിക്കുക. ഹല്ലേലൂയ, യേശുവേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, കർത്താവേ ആരാധന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ അവയവങ്ങളെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാവുക. ഈ വായനകൾ പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. നമ്മൾ ദൈവസന്നിധിയിൽ നല്ല സമർപ്പണമുള്ളവരായി തീരണമെന്ന്, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് യേശുക്രിസ്തുവിൻ്റെ നല്ല മാതൃക നമുക്കുണ്ടാകണമെന്നും ഒക്കെ നമ്മൾ വായിച്ചു കേട്ടു, ധ്യാനിച്ചു. പാപത്തിൻ്റെ അടിമകളായിരിക്കരുതെന്ന് നമ്മൾ കേട്ടു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതും ധ്യാനിക്കുന്നതും സുവിശേഷത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം എന്താ പറയുന്നത് 20-ാമത്തെ അധ്യായമാണ്, 19 മുതൽ 31 വരെ. അവിടെ ശിഷ്യന്മാർ എല്ലാവരും കതകടച്ച് ഭയന്നിരിക്കുകയാണ്. അവരിപ്പോഴും ആ പാപത്തിൻ്റെ അടിമത്തത്തിലാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ ഇതിലല്ല. അവർ പാപത്തിൻ്റെ അവർ പേടിച്ചിരിക്കുകയാണ്. അവരുടെ മർത്യ ശരീരങ്ങളെ അവർ പേടിച്ചു. നേതാവിനെ പിടിച്ചു. ശിഷ്യന്മാർ എല്ലാം ചിതറി ഓടി ഭയന്നു. എന്തു ചെയ്യുമെന്നറിയില്ല അവർക്ക്. അവരെല്ലാവരും പേടിച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യം നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യഹൂദരെ ഭയന്നു. പ്രിയമുള്ളവരെ, ഇന്നും ഭയപ്പെടുത്തുകയാണ് സ്വേച്ഛാധിപതികൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ്, ചിതറിപ്പിക്കുകയാണ്. സമാധാനപ്രിയരല്ലാത്ത ഭരണാധികാരികളുടെ ഭരണത്തിന് സീമയിൽ ജീവിക്കുക വളരെ ദുഷ്കരമാണ്. നീതിമാന്മാർക്ക് പോലും അവിടെ രക്ഷയില്ല. ഈ കഴിഞ്ഞ നാളുകളിലുള്ള വായനകളിലൊക്കെ, ചില വായനകളിൽ ഈ അടുത്ത നാളുകളിൽ പോലും ചില ഭരണാധികാരികൾ, ചില രാജ്യത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരൊക്കെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂത്രങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ ഭയാനകമായ ഒരു അനുഭവമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ ഈ ജീവിതകാലത്ത് തന്നെ ഏകാധിപത്യ ഭരണം, സ്വേച്ഛാധിപത്യ ഭരണമൊക്കെ നിലനിർത്താൻ വേണ്ടി ഭരണാധികാരികൾ ജനാധിപത്യ സംവിധാനത്തെ എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങൾ, വിഷം കൊടുത്ത് കൊല്ലുന്നത്, അന്യായമായ കേസുകളെല്ലാം ചുമത്തി കാരാഗൃഹത്തിൽ അടയ്ക്കുന്നത്, ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോരാത്ത വണ്ണമുള്ള കേസിൻ്റെ മേൽ കേസാക്കി വെച്ച് എതിർക്കുന്ന
ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾ ഈ കാലത്തുമുണ്ട് എന്ന് പറയുമ്പോൾ, ലോകമെങ്ങും ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിലൂടെ ജനങ്ങൾ ഭരിക്കപ്പെടണമെന്നുള്ള മുറവിളി കൂട്ടുമ്പോൾ, അത്തരം ജനാധിപത്യത്തിൻ്റെ ഉള്ളിലും ഏകാധിപത്യത്തിലൂടെ അല്ലെങ്കിൽ തീർത്തും ഏകാധിപതിയായി ഭരിക്കുന്ന ആളുകളുമുള്ള ലോകത്ത് 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഈ ശിഷ്യന്മാർ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വലുതായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. അവർ ഭയപ്പെട്ട് കതകടച്ചിരിക്കുകയാണ്. യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യം നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പുനരുദ്ധാനത്തിന് ശേഷമുള്ള യേശുവിൻ്റെ ശരീരമാണ് കതക് തുറക്കാതെ അകത്ത് പ്രവേശിച്ചു എന്നുള്ളതാണ്. ഈ മന്ദിരം നിങ്ങൾ പൊളിക്കുവിൻ, 3 നാൾക്കുള്ളിൽ ഞാനിത് പണിതുയർത്തുമെന്ന് യേശു സന്നിധിൻ സംഘത്തോട് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു യെരൂശലേം ദേവാലയം താർക്കുമെന്നാണെന്ന്. യേശുവിൻ്റെ ശരീരം മനുഷ്യരൂപത്തിലുള്ളത് തകർത്താൽ അവൻ 3 നാളിനുള്ളിൽ ദൈവരൂപത്തിലുള്ളത് പണിയും. അതുകൊണ്ട് ഒരാത്മശരീരം ഉദ്ധാനത്തിന് ശേഷം ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഒരാത്മശരീരം, ഭയമില്ലാത്ത, അടച്ചുപൂട്ടപ്പെടുത്തും കയറി ചെല്ലാവുന്ന ഒരാത്മശരീരം യേശു നമുക്ക് നൽകിയിരിക്കുന്നു. യേശുവിന് പിതാവായ ദൈവം അത് നൽകി. അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. സമാധാനം. എത്ര ആശ്വാസമായിരിക്കും അവർക്ക്. അവരുടെ എല്ലാമായി അവൻ കൂടെയുണ്ടെങ്കിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്നവർക്ക് അനുഭവമുള്ളതാണ്. ഒരൊത്തിരി കണ്ടറിഞ്ഞതാണ്. അവൻ്റെ മഹിമയും മഹത്വവും അവൻ്റെ ഭരണവും അവൻ്റെ നീതിബോധവും അവനുള്ളപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും എല്ലാം. അവൻ തിരിച്ചു വന്നെന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ വലിയ സന്തോഷം, ആ വലിയ സമാധാനം അവരനുഭവിക്കുകയാണ്. അതുകൊണ്ട് അവർക്കവിടെ എന്താ എഴുതി വച്ചിരിക്കുന്നത്? ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പാപമോചന അധികാരം പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് കൊടുത്ത അതേ അധികാരം ഈ ശിഷ്യന്മാർക്ക് യേശു കൊടുക്കുകയാണ്. അവരുടെ ആ അന്ധകാരത്തിൻ്റെ വാതിൽ, ഭയത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്. അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് യേശു കൽപ്പിച്ചതാണ്. വരുന്ന പെന്തക്കോസ്തായിൽ അവർ ആത്മനിറവുള്ളവരാകുകയാണ്. ഇന്ന് അവരുടെ ഭയം മാറി. രണ്ടാമത്തെ അവിടെ നടക്കുന്ന സംഭവം, 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവരുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും എൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. യേശു അവർക്ക് രണ്ടാമത് പ്രത്യക്ഷപ്പെടുകയാണ്. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക,
നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. തോമസിന് വിശ്വാസം യേശു വർദ്ധിപ്പിക്കുകയാണ്. തോമസ് പറഞ്ഞ കാര്യം കൃത്യമായി അവർ മനസ്സിലാക്കി, യേശു അത് മനസ്സിലാക്കി തോമസിന് വേണ്ടി യേശു പ്രത്യക്ഷപ്പെടുകയാണ്. ഏത് സംശയവും ദൂരീകരിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. നമുക്ക് എന്തെല്ലാം സംശയങ്ങളുണ്ടായാലും അവനെ നേരിട്ട് അനുഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ആ അനുഭവം നമുക്ക് സാധ്യമാക്കി തരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഏത് കുഞ്ഞു കാര്യം ചോദിച്ചാലും അവിടുന്ന് 100% ഉറപ്പോടെ നമുക്ക് നൽകിയിരിക്കുമെന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം യേശു കൂട്ടിച്ചേർത്തു, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് വരും തലമുറയ്ക്കുള്ളതാണ്, വരും തലമുറയ്ക്കുള്ളതായിരുന്നു. ശിഷ്യന്മാർ ആ കാലത്ത് കണ്ടു വിശ്വസിച്ചു. എന്നാൽ അവർ കണ്ട യേശുവിനെ അവർ ചെന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ ആ കേൾവി കൊണ്ട് വിശ്വസിക്കണമെന്നുള്ള ഒരു ധ്യാനമാണ് അവിടെ നൽകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കേൾവിയാൽ, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും വരികയാണ്. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം, സുവാർത്ത അറിയിക്കുന്നവൻ എത്രയോ ധന്യൻ. എൻ്റെ പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ 20:30 വാക്യം പറയുകയാണ്, ഗ്രന്ഥം ചുരുക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ചുരുക്കിയാണ് എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തു നമുക്ക് നിത്യജീവൻ നൽകുന്നവനാണെന്ന്. അവൻ നമുക്ക് വേണ്ടി മനുഷ്യനായി കന്യകമറിയമ്മൻ്റെ ഉദരത്തിൽ ജനിച്ചുവെന്നും നസറത്തിൽ യൗസേപ്പിൻ്റെ ഭവനത്തിൽ വളർന്നുവെന്നും വളർത്തുപിതാവായ യൗസേപ്പും കന്യകയായ മറിയാമ്മ അവൻ്റെ മാതാവായിരുന്നുവെന്നും എന്നാൽ അവൻ 12-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മാതാപിതാക്കന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും 30-ാമത്തെ വയസ്സിൽ തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുകയും 33.5 വയസ്സിൽ അവൻ ദുഷ്ടരായ മനുഷ്യരുടെ കൈകളാൽ കൊല്ലപ്പെടുകയും ദൈവഹിതപ്രകാരമാണ് അത് സംഭവിച്ചതെന്ന് ലോകത്തോട് പറയുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് വിശ്വാസത്തോടെ എല്ലാവരും സ്വീകരിക്കണം. ഇന്നവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി അവൻ ഹൃദയങ്ങളെ ഭരിക്കുന്നവനാണ്, ഹൃദയങ്ങളുടെ ഭരണരാജാവാണ് എന്ന് തിരിച്ചറിഞ്ഞ് ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ നമ്മുടെ അവയവങ്ങളെ അവൻ്റെ അവയവങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്നതിന് അവൻ നമ്മളെ സഹായിക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കി ജീവിക്കുവാൻ ഈ പുതുഞായറാഴ്ച നമ്മൾക്ക് വിശുദ്ധ പിതാക്കന്മാർ പരിശുദ്ധാത്മാവിൽ ക്രമീകരിച്ചു തന്നിരിക്കുന്നു. പുതിയ ഞായറാഴ്ച, പഴയത് കടന്നുപോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ ഇതാ പുതിയതായിരിക്കുന്നു, പഴയത് കടന്നുപോയി. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയവനായി, പഴയത് കടന്നുപോയി എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ഭയന്നിരിക്കേണ്ടവരെല്ലാം, ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, 450 പ്രവാചകന്മാരെ കണ്ട് ഏലിയ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഭയന്നിരിക്കേണ്ടവനല്ല. അവൻ ഭയന്ന് 22 കിലോമീറ്റർ ഓടിയെന്നാണ് പറയുന്നത്. ഒരു നാൾ അവിടെ അവന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് ഭയപ്പെടുന്നവരുടെ അടുക്കൽ ദൈവം പ്രത്യക്ഷപ്പെടും. ഭയന്നിരിക്കാനല്ല, ധീരതയോടെ ലോകത്തോട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം വിളിച്ചറിയിക്കാൻ, തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുവാൻ, മാനുഷാത, ക്രൂരന്മാരോട്, ക്രൂരത കാട്ടുന്നവരോട് അരുത് കാട്ടാള എന്ന് പറയുവാൻ,
സത്യവും നീതിയും സ്നേഹവും സാഹോദര്യവും മുറുകെ പിടിച്ച്, സമത്വവും മുറുകെ പിടിച്ച് ക്രിസ്തു ശിഷ്യനായി ജീവിക്കുവാൻ യേശു നമ്മളെ ഈ പുതിയ ഞായറാഴ്ച ആഹ്വാനം ചെയ്യുന്നു. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ ഈ സുവിശേഷ ധ്യാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.